അടുത്തത് 29ാമത്തത് ഒരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. വായിച്ചു നോക്കാം. നോക്കി. എസ് ബി ദ സർക്കിൾ ഓഫ് റേഡിയസ് 10 വിത്ത് സെൻട്രോ. സപ്പോസ് S1 S2 two circles such that S touch S internally and intersect each other at അപ്പോൾ S1 S2 എസിന് ഇന്റേണലി ടച്ച് ചെയ്യാണ്. അവർ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എയും ബിയിലുമാണ്. OAB 90 ഡിഗ്രി ആണെങ്കിൽ R1 S1 പ്ലസ് എസിൻ്റെ S2ൻ്റെയും റേഡിയസ് കൂട്ടിയാൽ എത്ര കിട്ടുമെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. നമ്മളിത് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് ലഭിക്കുക. ഇതൊരു വലിയ സർക്കിളാണ്. മറ്റൊരു സർക്കിൾ, രണ്ട് സർക്കിൾസ് ഇനി ഇന്റേണലി ടച്ച് ചെയ്യുന്നുണ്ട്. രണ്ട് സർക്കിൾസ് ഇന്റേണലി ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് എയും ബിയും. ഇത് O ആണ്, സെൻറ്ററാണ്. ഇത് എയും ബിയും ആണ്. അപ്പോൾ വലിയ സർക്കിളും പിന്നെ S1 S2 എന്ന രണ്ട് സർക്കിൾസുമാണ്. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ S2ൻ്റെ സെൻറ്റർ എന്നത് നമുക്ക് C2 ആണെന്നും S1ൻ്റെ സെൻറ്റർ നമുക്ക് C1 ആണ് എന്നും കൊടുക്കാം. യെസ്. അപ്പോൾ രണ്ട് സർക്കിൾസിൻ്റെയും കോമൺ കോഡാണ് AB. കോമൺ കോഡ് ആയതുകൊണ്ട് C1 C2 എന്നത് സെൻറ്റേഴ്സ് ജോയിൻ ചെയ്യുന്നത് ABക്ക് പെർപെൻഡിക്കുലറാണ്. AB കോമൺ കോഡ് ആയതിനാൽ. പിന്നെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? AO എന്ന ലൈനും ABക്ക് പെർപെൻഡിക്കുലറാണ്. AO AB ആണ്. OAB 90 ഡിഗ്രി ആണെങ്കിൽ AOയും ABയും പെർപെൻഡിക്കുലറാണ്. അപ്പോൾ C1 C2യും ABക്ക് പെർപെൻഡിക്കുലറാണ്. AOയും ABക്ക് പെർപെൻഡിക്കുലർ ആവണമെങ്കിൽ C1 C2 എന്നത് AOയ്ക്ക് പാരലൽ. സെൻറ്റേഴ്സ് ജോയിൻ ചെയ്താൽ AOയ്ക്ക് പാരലൽ. അപ്പോൾ നമുക്ക് ഇത് വരുന്ന രീതിയിൽ നമുക്ക് കോർഡിനേറ്റ് ആക്സസ് ഒക്കെ ഒന്ന് വരച്ച് നോക്കാം. എന്ത് വരുമെന്ന് നോക്കാം. കോർഡിനേറ്റ് ജിയോമെട്രി വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു വലിയൊരു സർക്കിൾ ഉണ്ട്. അപ്പോൾ അപ്പോൾ ഇതാണ് S. അപ്പോൾ ഇതിനകത്ത് ടച്ച് ചെയ്യുന്ന ഒരു ചെറിയ സർക്കിൾ ഉണ്ട്. ടച്ച് ചെയ്യുന്ന ഒരു വലിയ സർക്കിളും ഉണ്ട്. വലിയ സർക്കിളുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നത്? AB എന്നത് നമ്മൾ കോർഡിനേറ്റ് ആക്സസ് ആയി എടുക്കണം. രണ്ടും ടച്ച് ചെയ്യണം. AB എന്നത് നമ്മൾ ABയുടെ ഡയറക്ഷൻ നമ്മൾ X ആക്സിസ് ആയിട്ട് എടുക്കാൻ പോകാം കേട്ടോ. കാൽക്കുലേഷൻ കുറച്ചുകൂടെയൊക്കെ സിമ്പിളാവും. പിന്നെ ഇത് AB ആണ്. അപ്പോൾ A എന്ന് വെച്ചാൽ നമ്മൾ ഒറിജിൻ ആയിട്ട് എടുത്തു. പിന്നെ ഒറിജിൻ ഇപ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ നമ്മൾ 0,D ആയിട്ട് എടുത്തു. Y ആക്സിസിൽ കിടക്കണം. ABക്ക് പെർപെൻഡിക്കുലർ ആണല്ലോ AO. പിന്നെ രണ്ട് സെൻറ്റേഴ്സ് ഉണ്ട്. C1ഉം C2 ഉണ്ട്. C1ഉം C2. അപ്പോൾ C1 C2 എന്നത് AOയ്ക്ക് പാരലായതിനാൽ C1 C2 എന്ന X ആക്സിന് പെർപെൻഡിക്കുലർ ആണ്. സെയിം X കോർഡിനേറ്റ് ആവണം. നമ്മൾ രണ്ട് X കോർഡിനേറ്റ് M കൊടുത്തു.
അപ്പോൾ രണ്ടിനും സെയിം എക്സ് കോർഡിനേറ്റ് ആവണം. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ എന്താടാ ഫസ്റ്റത്തെ കണ്ടീഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് എ ലൈസ് ഓൺ S1, S2. S1ലും S2ലും എ കിടക്കുന്നുണ്ട്. അപ്പോൾ എയ്ക്ക് അതിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എന്നത് എന്താവണം? റേഡിയസ് ആവണം. അപ്പോൾ ACI എന്നത് RI ആവണം. CI അപ്പോൾ I1 ആകുമ്പോൾ AC1 = R1, I2 ആകുമ്പോൾ AC2 = R2. അപ്പോൾ സ്കോർ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യത്തത് നമുക്ക് എന്ത് കിട്ടും? RI സ്കോർ = M സ്ക്വയർ പ്ലസ് YI സ്ക്വയർ എന്ന് കിട്ടി അല്ലേ? ഇതിവിടെ കിടക്കട്ടെ. എന്ന് പറഞ്ഞാൽ രണ്ടിനും എയിലേക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസ്. അപ്പോൾ M സ്ക്വയർ പ്ലസ് Y1 സ്ക്വയർ R1 സ്ക്വയർ ആണ്. M സ്ക്വയർ പ്ലസ് Y2 സ്ക്വയർ R2 സ്ക്വയർ ആണ്. അത് രണ്ട് സർക്കിളിൽ കിടക്കുന്ന പോയിന്റാണ്. ഇനി രണ്ടും S1 S2 എന്താണ്? S1 S2 എന്താണ്? ഇന്റേണലി ടച്ച് ചെയ്യാം. ഇന്റേണൽ ടാൻജൻസി. ഇന്റേണലി ടച്ച് ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ? സെന്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് റേഡിയസിന്റെ ഡിഫറൻസ് ആവണം. അപ്പോൾ വലിയ സർക്കിളിൻ്റെ റേഡിയസ് 10 ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വലിയ സർക്കിളിൻ്റെ സെൻറ്റേഴ്സ് Oയും CI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയതിൻ്റെ റേഡിയസ് മൈനസ് ചെറിയതിൻ്റെ റേഡിയസ്. OC1 എന്നത് 10 - R1, OC2 എന്നത് 10 - R2. അപ്പോൾ CI എന്ന് വെച്ചാൽ എന്താടാ? M, YI ആണ്. O എന്ന് പറഞ്ഞാൽ 0, D ആണ്. അപ്പോൾ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? OCI സ്ക്വയർ എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ M സ്ക്വയർ പ്ലസ് YI മൈനസ് D ഹോൾ സ്ക്വയർ ആണ്. അതാണ് 10 - RI ഹോൾ സ്ക്വയർ. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യും. രണ്ടിൻ്റെയും സെൻറ്റേഴ്സിലേക്കുള്ള ഡിസ്റ്റൻസ് സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് റേഡിയസിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ R1 R2 സെപ്പറേറ്റ് ഇക്വേഷൻ എഴുതുന്നില്ല, RI എന്ന് എഴുതാണ്. അപ്പോൾ Iക്ക് 1 ഇട്ട് കൊടുക്കുമ്പോൾ ഫസ്റ്റത്തേൻ്റെ ഇക്വേഷനായി, 2 ഇട്ട് കൊടുക്കുമ്പോൾ രണ്ടാമത്തേൻ്റെ ഇക്വേഷനായി. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതിനെ നമുക്ക് ഇങ്ങനെ കിട്ടി. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ M സ്ക്വയർ പ്ലസ് YI സ്ക്വയർ 2YID പ്ലസ് D സ്ക്വയർ = 100 പ്ലസ് RI സ്ക്വയർ മൈനസ് 20 RI സ്ക്വയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇക്വേഷനിൽ എഴുതിയ അനുസരിച്ച് M സ്ക്വയർ പ്ലസ് YI സ്ക്വയറിനെ നമുക്ക് RI സ്ക്വയർ എന്ന് എഴുതാം. RI സ്ക്വയർ മൈനസ് 2YID പ്ലസ് D സ്ക്വയർ എന്നത് 100 പ്ലസ് RI സ്ക്വയർ മൈനസ് 20 RI എന്നുമാണ്. ഇതിൽ നിന്ന് RI സ്ക്വയർ കട്ടായി പോകുമ്പോൾ 2DYI എന്നത് D സ്ക്വയർ മൈനസ് 100 പ്ലസ് 20 RI എന്നുമാണ്. 2DYI എന്നത് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് Yക്ക് 1 എന്നിട്ട് കൊടുക്കുമ്പോൾ 2DY1 = D സ്ക്വയർ മൈനസ് എന്താണ് 100
മൈനസ് പ്ലസ് 20 R1 എന്ന് വരും. 2 ഇട്ട് കൊടുക്കുമ്പോൾ 2 ഇൻറ്റു ഡി ഇൻറ്റു y2 എന്നത് ഡി സ്ക്വയർ മൈനസ് 100 പ്ലസ് 20 R2 എന്ന് വരും. രണ്ടും ഒരുമിച്ച് നമ്മൾ ഒരു ഇക്വേഷനിൽ എഴുതിയിരിക്കുകയാണ്. 2. ഇനി നമ്മൾ ഫസ്റ്റത്തെ ഇക്വേഷൻ തന്നെ ഒന്നുകൂടി എടുക്കുകയാണ്. ഫസ്റ്റത്തെ ഇക്വേഷനിൽ എന്താ തന്നിരിക്കുന്നത്? അത് RI സ്ക്വയർ മൈനസ് YI സ്ക്വയർ എം സ്ക്വയർ എന്നാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടി? R1 സ്ക്വയർ മൈനസ് Y1 സ്ക്വയർ. 2 ഇട്ട് കൊടുക്കുമ്പോൾ R2 സ്ക്വയർ മൈനസ് Y2 സ്ക്വയർ എം സ്ക്വയർ. ഇതിൽ നിന്ന് നമുക്ക് R1 പ്ലസ് R2 ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് R1 സ്ക്വയർ മൈനസ് R2 സ്ക്വയർ ഈക്വൽ ടു Y1 സ്ക്വയർ മൈനസ് Y2 സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തേത് നമുക്ക് എന്ത് കിട്ടി? R1 പ്ലസ് R2 ഇൻറ്റു R1 മൈനസ് R2 Y1 പ്ലസ് Y2 ഇൻറ്റു Y1 മൈനസ് Y2 എന്ന് കിട്ടി. അപ്പോൾ 2dy സെക്കൻഡ് ഇക്വേഷൻ അനുസരിച്ച് 2dy എന്തുണ്ട്? ഇക്വേഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ രണ്ട് സൈഡിലും 4d സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 4d സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? (4d സ്ക്വയർ ഇൻറ്റു R1 പ്ലസ് R2 ഇൻറ്റു R1 മൈനസ് R2. അപ്പോൾ നമുക്ക് 4d സ്ക്വയറിൽ 2d ആയിട്ട് ഓരോന്നിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ 2dy1 2dy2 2dy1 മൈനസ് 2dy2. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ആയിട്ട് കണ്ടുപിടിച്ച ഇതുണ്ടോ 2dyക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഡി സ്ക്വയർ മൈനസ് 100 ഇൻറ്റു 20 RI എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ 4d സ്ക്വയർ ഇൻറ്റു R1 പ്ലസ് R2 ഇൻറ്റു R1 മൈനസ് R2 ഈക്വൽ ടു 2dy1 എന്നത് അവിടെ ഐക്ക് 1 എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡി സ്ക്വയർ മൈനസ് 100 പ്ലസ് 20 R1 എന്നും 2d R2 എന്നത് ഡി സ്ക്വയർ മൈനസ് 100 പ്ലസ് 20 R2 എന്നും എഴുതാം. ഇനി സബ്ട്രാക്ട് ചെയ്താലോ? ഡി സ്ക്വയർ മൈനസ് 100 പ്ലസ് 20 R1 മൈനസ് ഡി സ്ക്വയർ മൈനസ് 100 പ്ലസ് 20 R2 എന്ന് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഫസ്റ്റത്തെ എന്ത് കിട്ടിയടാ? അപ്പോൾ 4d സ്ക്വയർ R1 പ്ലസ് R2 ഇൻറ്റു R1 മൈനസ് R2 എന്നാൽ എന്താണ്? 2d സ്ക്വയർ പ്ലസ് 20 ഇൻറ്റു R1 പ്ലസ് R2 മൈനസ് 200 എന്ന് വന്നു. ഇനി അപ്പുറത്ത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഡി സ്ക്വയർ 100 ഒക്കെ പോയിട്ട് നമുക്ക് 20 ഇൻറ്റു R1 മൈനസ് R2 എന്ന് വന്നു. അപ്പോൾ രണ്ട് സൈഡിൽ R1 മൈനസ് R2 കട്ടായി പോകും. അങ്ങനെയാണ് R1 മൈനസ് R2 കട്ടായി പോയി. ഇനി എന്താണ്? R1 മൈനസ് R2 കട്ടായി പോയി. ഇനി നമ്മൾ ഇതിനെ റെഡ്യൂസ് ചെയ്യണം. രണ്ട് സൈഡിലും 4 കട്ടായി പോകും. 4 കട്ടായി. അപ്പോൾ ഡി സ്ക്വയർ ഇൻറ്റു R1 പ്ലസ് R2 ഈക്വൽ ടു 10 ഇൻറ്റു ഡി സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു R1 പ്ലസ് R2 മൈനസ് 100 എന്ന് പോകും. നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 20നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഉള്ളിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വന്നു? 10 ഇൻറ്റു ഡി സ്ക്വയർ മൈനസ് 100 പ്ലസ് 100 ഇൻറ്റു R1 പ്ലസ് R2 എന്ന് കിട്ടി.
ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, R1 പ്ലസ് R2 റൈറ്റ് കിടക്കുന്ന എല്ലാം ലെഫ്റ്റിലേക്ക് എടുത്തു. അപ്പോൾ ഡി സ്ക്വയർ ഇൻറ്റു R1 പ്ലസ് R2 മൈനസ് 100 ഇൻറ്റു R1 പ്ലസ് R2 മൈനസ് 10 ഇൻറ്റു ഡി സ്ക്വയർ മൈനസ് 100 എന്നത് 0 എന്ന് പറഞ്ഞു. റൈറ്റിൽ കിടക്കുന്നതൊക്കെ ലെഫ്റ്റിലേക്ക് എടുത്തു. അപ്പോൾ എന്ത് കിട്ടി? നമ്മൾ ആദ്യത്തെ രണ്ടിലും കോമൺ ആയിട്ട് R1 പ്ലസ് R2 പുറത്തെടുത്തു. R1 പ്ലസ് R2 ഇൻറ്റു ഡി സ്ക്വയർ മൈനസ് 100. പിന്നെ നമുക്ക് എന്തുണ്ട്? എന്തുണ്ടാ മൈനസ് 10 ഇൻറ്റു ഡി സ്ക്വയർ മൈനസ് 100. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഡി സ്ക്വയർ മൈനസ് 100 പുറത്തെടുത്താൽ R1 പ്ലസ് R2 മൈനസ് 10 എന്ന് പോകും. അപ്പോൾ രണ്ട് കണ്ടീഷനാണ്. R1 പ്ലസ് R2 എന്നത് 10ഉം ഡി സ്ക്വയർ 100 ആവണമെങ്കിൽ ടി മൈനസ് 10 ആവണം. അപ്പോൾ നമുക്ക് R1 പ്ലസ് R2 10 കിട്ടി. അപ്പോൾ ഡി മൈനസ് 10 ആവാത്ത എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഡി മൈനസ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൻറ്ററും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ? ഇത് O എന്ന് പറഞ്ഞാൽ 0D അല്ലേ? അപ്പോൾ ഇത് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഡി മൈനസ് 10 ആണെങ്കിൽ 0 മൈനസ് 10 വരും. അപ്പോൾ A 0 0 ആണ്. വലിയ സർക്കിളിൻ്റെ റേഡിയസ് 10 ആണ്. അപ്പോൾ നമുക്ക് ഡിക്ക് മൈനസ് 10 കൊടുത്തു കഴിഞ്ഞാൽ സർക്കിൾ നമുക്ക് ഇങ്ങനെ കിട്ടൂടാ. എല്ലാം കൂടി കണ്ട ഇത് എല്ലാം കൂടി ഒരു പോയിന്റിൽ ടച്ച് ചെയ്യുന്ന കേസ് വരും. എന്ന് പറഞ്ഞാൽ എയും നമ്മളിത് വരച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ നമ്മൾ റേഡിയസ് 10 ആയതുകൊണ്ട് ഡി മൈനസ് 10, ഇത് 0 0യും 0 മൈനസ് 10ഉം വന്നു കഴിഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടി എൻ്റെ സർഫസിലായി. അതിന് പെർപെൻഡിക്കുലറായിട്ട് ബി വരണമെങ്കിൽ അത് ആ പോയിന്റ് തന്നെ ആവണം. യെസ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടില്ല? രണ്ട് ഡിഫറൻറ്റ് എയും ബിയും കിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ, അത് R1 പ്ലസ് R2 10 എന്നതാണ്. അപ്പോൾ അതായിരുന്നു ചോദ്യം. R1 R2 കൂട്ടിയാൽ എത്രയാണെന്നാണ് ചോദ്യം. അത് നമുക്ക് 10 എന്ന് ലഭിച്ചു. നമ്മുടെ ആൻസർ 10 ആണ്. ആൻസർ 10 ആണ്. വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഇതൊക്കെ കാണാം. നമ്മൾ എന്താണ് നമ്മൾ വരച്ചപ്പോൾ സെൻറ്റേഴ്സ് ജോയിൻ ചെയ്താൽ കോമൺ കോഡിന് പെർപെൻഡിക്കുലർ ആണ്. ക്വസ്റ്റ്യൻ അനുസരിച്ച് AOയും കോമൺ കോഡിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ AO പാരലൽ ടു C1 C2 ആണ്. അതിനനുസരിച്ച് നമ്മൾ ഒരു കോർഡിനേറ്റ് ആക്സിസ് എടുത്തു. ABനെ നമ്മൾ X ആക്സിസ് ആയിട്ട് എടുത്തു. എന്നിട്ട് പിന്നെ A എന്ന് പറയുന്നത് രണ്ട് സർക്കിളും കിടക്കുന്നതുകൊണ്ട് സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് അതിൻ്റെ റേഡിയസ് ആവണം. അതാണ് ACA ഈക്വൽ ടു RI എന്ന് എഴുതിയത്. രണ്ട് സർക്കിളും ഈ വലിയ സർക്കിളിന് ഇന്റേണലി ടച്ച് ചെയ്യുന്നത് കൊണ്ട് സെൻറ്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നത് എന്താണ്? റേഡിയസിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ മറ്റേത് വലുതിൻ്റെ സെൻറ്റർ Oയും റേഡിയസ് 10ഉം ആണ്. ചെറുതിൻ്റെ റേഡിയസ് CAയും റേഡിയസ് RIയും ആണ്. അപ്പോൾ നമുക്ക് R1 R2 എന്നും പറഞ്ഞ് രണ്ട് ഇക്വേഷൻ എഴുതുന്നതിന് പകരം RI എന്ന് എഴുതി രണ്ടിന്. അപ്പോൾ I1 ആകുമ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷനായി, I2 ആകുമ്പോൾ സെക്കൻഡിൻ്റെ ഇക്വേഷനായി. എന്നിട്ട് അത് സ്ക്വയർ ചെയ്തിട്ട് M² പ്ലസ് YI സ്ക്വയറിന് RI സ്ക്വയർ എന്ന് ഫസ്റ്റ് ഇക്വേഷൻ അനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ RI സ്ക്വയർ കട്ടായി പോകുമ്പോൾ നമുക്ക് 2DYIക്ക് ഒരു ഇക്വേഷൻ കിട്ടി. പിന്നെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ വീണ്ടും എടുത്തു. അപ്പോൾ RI സ്ക്വയർ മൈനസ് YI സ്ക്വയർ എന്ന് പറഞ്ഞാൽ M² ആണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് 1 എന്ന് ഇട്ട് കൊടുത്തു, 2 എന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് Rൻ്റെ ടൈംസ് ഒരു സൈഡിലാക്കി, Yയുടെ ടൈംസ് മറ്റൊരു സൈഡിലാക്കി. എന്നിട്ട് A+B അപ്ലൈ ചെയ്തു. നമുക്ക് 2DYIക്ക് ഇക്വേഷൻ ഉള്ളതുകൊണ്ട് 4D² കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് 2DY1 വന്ന സ്ഥലത്തെടുത്ത് എന്താണ് നമ്മൾ 2DYയുടെ ഇക്വേഷനും 2DY2 വന്ന സ്ഥലത്ത്
2D വൈഡ് ഇക്വേഷനും ചെയ്യുമ്പോൾ നമുക്ക് R1 മൈനസ് R2 കട്ടായി പോയി എന്ന് വെച്ചാൽ R1 മൈനസ് R2 നമുക്ക് കട്ടായി പോയി. അപ്പോൾ യെസ് ഇങ്ങനെ കിട്ടി. ഇനി ബാക്കിയുള്ള നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് d² മൈനസ് 100 ഇൻറ്റു R1 പ്ലസ് R2 മൈനസ് 10 എന്ന് വന്നു. R1 പ്ലസ് R2 ആണ് ചോദ്യം, അത് നമുക്ക് 10 എന്ന് കിട്ടി നമ്മുടെ. അപ്പോൾ D മൈനസ് 10 ആണെന്ന് മറ്റൊരു ആൻസറാണ്. അത് വരുന്നത് നമ്മളുടെ വലിയ സർക്കിളിൻ്റെ സർഫസിൽ വരുമ്പോഴാണ്, സർക്കംഫറൻസിൽ വരുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് AOയ്ക്ക് പെർപെൻഡിക്കുലർ AB കിട്ടില്ല. അതുകൊണ്ട് R1 പ്ലസ് R2 10 എന്നുള്ളത് മാത്രമാണ് നമുക്ക് ലഭിക്കുക. താങ്ക് യു.